ഇന്ന് ശിവരാത്രി. ആഘോഷങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിലും മണപ്പുറത്തും ഒരുക്കിയിരിക്കുന്നത്. അർദ്ധരാത്രി മുതലാണ് മഹാദേവ ക്ഷേത്രത്തിൽ പിതൃകർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കുന്നത്. ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് സൗകര്യമുണ്ട്. വൈകിട്ട് 4 മുതൽ ശനിയാഴ്ച പകൽ 2 വരെ ആലുവയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശിവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രം അധികൃതരും ആലുവ നഗരസഭയും ചേർന്നൊരുക്കിയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി പുഴയോരം ജനനിബിഡമാകും. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ കുംഭത്തിലെ അമാവാസി നാളായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് തിരക്കുണ്ടാവും. തർപ്പണ ചടങ്ങുകൾക്കായി ദേവസ്വം ബോർഡ് 116 ബലിത്തറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടക്കുന്നത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശിവരാത്രി നാളിൽ മാത്രം സുരക്ഷാ ക്രമീകരണത്തിനായി 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. മണപ്പുറത്ത് താൽക്കാലിക മുനിസിപ്പൽ ഓഫീസ്, പോലീസ് കൺട്രോൾ റൂം, ഫയർ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, ജില്ലാ ആശുപത്രിയുടെ അത്യാഹിത യൂണിറ്റ്, ആംബുലൻസ് സർവീസ് എന്നിവയുടെ സേവനം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ കണ്ടമാനം വന്ന് കൂടുന്ന ഒരു മഹാശിവരാത്രി ആഘോഷം നടക്കുകയാണ്. ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിത്തറകളുടെ സൗകര്യങ്ങൾ, സുരക്ഷാ സംബന്ധമുള്ള കാര്യങ്ങൾ, എല്ലാ രീതിയിലും വരുന്ന ഭക്തർക്ക് അവരുടെ ആചാരപരമായ രീതിയിൽ ബലികർമാദികൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയത്. കൂടാതെ പുഴയിൽ ബാരിക്കേഡുകൾ തീർത്ത് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബലിതർപ്പണം ചെയ്യാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് അന്നദാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16ഓളം CCTV ക്യാമറകൾ 4 വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ വാച്ച് ടവർ ഉൾപ്പെടെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ, സ്കൂബിയുടെ ടീം തുടങ്ങിയ ടീമുകൾ ഉണ്ട്. ഒരു മാസം നീളുന്ന വ്യാപാരമേളയും അമ്യൂസ്മെന്റ് പാർക്കും ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മണപ്പുറത്തുണ്ട്. വ്യാപാരമേളയിൽ 200ഓളം സ്റ്റാളുകൾ ഉണ്ടാകും. ഭക്തരുടെ സൗകര്യാർത്ഥം KSRTC 250ഓളം പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. ആലുവ നഗരത്തിലുടനീളം വിവിധയിടങ്ങളിലായി ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.